സംസ്ഥാന സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രശംസിച്ച ശശി തരൂരിനെ അതിരൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം. കർക്കിടക സന്ധ്യയിൽ രാമസ്തുതി ചൊല്ലേണ്ടിടത്ത് രാവണസ്തുതി ചൊല്ലുകയാണ് എന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFന്റെ വിജയപ്രതീക്ഷയെ കുരുതി കൊടുക്കരുത് എന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. അതേസമയം ശശി തരൂരിനെ പിന്തുണച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തി. സംസ്ഥാനത്തെ വ്യവസായ മുന്നേറ്റത്തിന് CPMനെ പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ MP എഴുതിയ ലേഖനത്തിനെയാണ് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം ആരാച്ചാർക്ക് അഹിംസ അവാർഡ് എന്ന മുഖപ്രസംഗത്തിലൂടെ പേരെടുത്തു പറയാതെ നിശിതമായി വിമർശിച്ചത്. വെളുപ്പാങ്കാലം മുതൽ വെള്ളം കോരി സന്ധ്യയ്ക്ക് കലമുടയ്ക്കുന്ന രീതിയാണ് തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും രാമനാമം ചൊല്ലേണ്ടിടത്ത് രാവണസ്തുതി പാടുകയാണെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന്റെ പ്രതീക്ഷ കുരുതി കൊടുക്കരുതെന്നും വിമർശനമുണ്ട്. സർക്കാർ വിരുദ്ധ വികാരം ആളിപ്പടരുമ്പോൾ അതിന് ഊർജം പകരേണ്ടവർ തന്നെ അത് അണയ്ക്കാൻ വെള്ളമൊഴിക്കുകയാണ്. LDF സർക്കാരിനെതിരെ പൊരുതുന്ന കോൺഗ്രസിനെ മുണ്ടിൽ പിടിച്ച് പിറകോട്ട് വലിക്കുന്ന രീതി ആത്മഹത്യാപരമാണെന്നും മുഖപ്രസംഗം തരൂരിനെ ഓർമ്മിപ്പിക്കുന്നു. ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ മോദിയെ പ്രശംസിച്ചതിനെയും വീക്ഷണം വിമർശിച്ചിട്ടുണ്ട്. അതേസമയം തരൂരിനെ പിന്തുണച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPM മുഖപത്രം ദേശാഭിമാനിയും രംഗത്തെത്തി. ഈ കേരളവും രാജ്യവും അംഗീകരിക്കുന്നുണ്ട്. സംഭവം കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതാണ് ശശി തരൂർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ബാധകം. അതായത് ശരിയായ ഒരു കാര്യം കേരളത്തിന്റെ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് സംരംഭക പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. നാട് ഭരണമികവിന്റെ യഥാർത്ഥ ചിത്രം കണ്ടറിയുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയാൻ അസാമാന്യ തൊലിക്കട്ടിയും ഉളുപ്പില്ലായ്മയും വേണമെന്നാണ് ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ പറയുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.